സ്വർണ്ണ നിറമുള്ള രോമങ്ങളോട് കൂടിയ വലിയ എട്ടുകാലി. ഇവയുടെ ഒറ്റക്കടി മതി അപ്പോൾ തന്നെ കാലപുരിക്കെത്താൻ. ഉഗ്രവിഷമുള്ള ഇവയ്ക്ക് 8 കാലുകൾ പോലെ 8 കണ്ണുകളുമുണ്ട്. രോമാവൃതനായ ഈ ഭീകരനെ കണ്ടിട്ട പേരാണ് സാത്താൻ ടറാൻഡുല. സാത്താന്റെ സ്വഭാവമുള്ള ചിലന്തി വർഗത്തിലെ ഭീകരനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ചിലന്തികളെ നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തുകയൊന്നും വേണ്ട. 8 കാലുള്ള ഇവയുടെ വീടുണ്ടാക്കാനുള്ള വൈദഗ്ധ്യമാണ് അവയെ പ്രശസ്തനാക്കുന്നത്. അപ്പോഴും 8 കാലികളെ കാണുന്നത് തന്നെ പലർക്കും ഭയമാണ്. മറ്റുള്ളവരുടെ കണ്ണിൽപ്പെട്ടാൽ ഓടി ഒളിക്കുന്ന ജീവിയാണെങ്കിൽ പോലും അവയുടെ ഭീകരത ഉളവാക്കുന്ന രൂപമാണ് മനുഷ്യരെ ഭയപ്പെടുത്തുന്നത്. എന്നാൽ ഈ രൂപം അല്പം കൂടി ഭീകരമായാലോ? അത്തരത്തിൽ 8 കാലികളെ പേടിയില്ലാത്തവർക്ക് പോലും ആദ്യ കാഴ്ചയിൽ തന്നെ ഭീതി ഉളവാക്കുന്ന ഒരു നിഗൂഢ ചിലന്തി വർഗത്തെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. 8 കണ്ണുകളാണ് അവയുടെ പ്രത്യേകത. ഇക്വഡോറിൽ നിന്നും കണ്ടെത്തിയ ഈ വർഗത്തിന് ഭീകര രൂപം കൊണ്ട് തന്നെ സാത്താൻ ടറാൻഡുല എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇന്ന് പറയുന്നത് ആ ഭീകരനെ കുറിച്ചാണ്. അതിനു മുൻപ് ചിലന്തിയെ കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ചിലന്തികളെ ഇഷ്ടമാണോ? ചിലന്തി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? എൻ്റെ ഓർമ്മ അത് സ്പൈഡർമാൻ ആണ്. നിങ്ങളുടെ ഓർമ്മകളും കമന്റായി രേഖപ്പെടുത്തുമല്ലോ. സ്വന്തമായി വല വിരിച്ച് ഇരയെ പിടിക്കുന്ന നട്ടലില്ലാത്ത ഒരു ചെറുജീവിയാണ് എട്ടുകാലി അഥവാ ചിലന്തി. ചിലന്തികൾ അറേനിയ എന്ന ഓർഡറിലും അരാക്നിഡ എന്ന ക്ലാസ്സിലും ഉൾപ്പെടുന്നവരാണ്. തേള്, മൈറ്റ്, ഹാർവെസ്റ്റ്, മാൻ തുടങ്ങിയ ജീവികളും ഇതേ ഗോത്രത്തിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. ചിലന്തികളെ പറ്റിയുള്ള പഠനശാഖയെ അരാനിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്താകമാനം 112 കുടുംബങ്ങളിലായി 3924 ജനസിൽ ഏതാണ്ട് 44,540 സ്പീഷീസ് ചിലന്തികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 67 കുടുംബങ്ങളിലായി 2299 സ്പീഷീസുകളെ തെക്കേ ഏഷ്യയിൽ നിന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ 59 കുടുംബങ്ങളിലായി 1442 സ്പീഷീസുകളെ വരെ കണ്ടെത്തിയിട്ടുമുണ്ട്. സ്വന്തമായി വല വിരിച്ച് ഇരയെ പിടിക്കുന്ന നട്ടലില്ലാത്ത ഒരു ചെറുജീവിയാണ് എട്ടുകാലി അഥവാ ചിലന്തി. ചിലന്തികളിലെ ദേഹമാസകലം രോമങ്ങളുള്ള ടറാൻഡുല കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ് ഈ ഭീകരൻ ചിലന്തി. ഈ ഭീകരനെ ലോകം പരിചയപ്പെട്ടിട്ട് അധിക കാലമായിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. മരങ്ങളിൽ വസിക്കുന്ന ഒരിനം എട്ടുകാലികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കിടെ 2021 ഗവേഷകർ അവിചാരിതമായി സാത്താൻ ടറാൻഡുലയെ കണ്ടെത്തുന്നത്. എന്നാൽ 2 വർഷങ്ങൾക്കിപ്പുറമാണ് ഇതേക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഗവേഷകർ പുറത്തുവിട്ടത് പോലും. സാൽമോപോയസ് സറ്റാനസ് എന്നാണ് ഇതിന്റെ ഔദ്യോഗിക നാമം. രൂപത്തിന് പുറമെ അവയുടെ പെരുമാറ്റവും വിചിത്രമായതിനാലാണ് ഇത്തരമൊരു പേര് ഗവേഷകർ തിരഞ്ഞെടുക്കാൻ കാരണമായത്. ഒരു മുളയുടെ താഴെ ഭാഗത്തിരിക്കുന്ന നിലയിലാണ് ആദ്യമായി ഗവേഷകർ ഇവന്മാരെ കാണുന്നത്. പുതിയ ഇനമാണെന്ന സംശയ നിവാരണത്തിന് ഇവരെ പിടികൂടേണ്ടത് അത്യാവശ്യമായിരുന്നു. അത്ര എളുപ്പത്തിൽ ഇവയെ പിടിച്ചുകെട്ടുക അത്ര എളുപ്പമുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾക്കായി എട്ടുകാലിയെ പിടിക്കുന്നതിന് കഠിന ശ്രമം തന്നെ വേണ്ടി വന്നു. മനുഷ്യന്റെ ശ്രദ്ധയിൽ പെടാത്തത്ര വേഗത്തിൽ ചലിച്ചാണ് അവ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. അല്പനേരം ഗവേഷകരെ കബളിപ്പിച്ചു എങ്കിലും ഒടുവിൽ എട്ടുകാലി പിടിയിലാകുക തന്നെ ചെയ്തു. ലാബിൽ വെച്ച് ശാരീരിക പ്രത്യേകതകളെ കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തിയ ശേഷമാണ് ഇതൊരു പുതിയ വർഗമാണെന്ന നിഗമനത്തിൽ ഗവേഷകർ എത്തിച്ചേർന്നത്. ഇരുണ്ട തവിട്ട് നിറമുള്ള സാത്താൻ ടറാൻഡുലയ്ക്ക് 2 ഇഞ്ചിൽ താഴെ നീളമാണുള്ളത്. സ്വർണ്ണ നിറത്തിലുള്ള രോമങ്ങളോട് കൂടിയ ഇവയ്ക്ക് 8 കാലികൾക്ക് പുറമെ 8 കണ്ണുകളുമുണ്ട്. ഇവയിലെ ആൺവർഗത്തിന്റെ ജനനേന്ദ്രിയ അവയവങ്ങൾ, പെൺവർഗത്തിന്റെ പ്രത്യുൽപാദന അവയവങ്ങൾ, ആവാസ വ്യവസ്ഥ എന്നിവ അടിസ്ഥാനമാക്കിയാണ് പുതിയ ഇനത്തെ തിരിച്ചറിഞ്ഞത്. ഉഗ്രവിഷമുള്ള ഇനമാണ് സാത്താൻ ടറാൻഡുലകൾ എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇവയുടെ കടിയേറ്റാൽ അതിജീവനത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. സാധാരണ പർവ്വത നിരകളിലാണ് ഇവയുടെ വാസസ്ഥലം. പൊതുവെ 2800 അടിക്കും 3100 അടിക്കും ഇടയിലുള്ള പ്രദേശത്താണ് ഇവ കാണപ്പെടാറ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവ ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്നുണ്ടെന്ന് ഗവേഷകർ പറയുന്നുണ്ട്. സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന നാശവും അനധികൃത ഖനനവും കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള വ്യവസായങ്ങളുമൊക്കെയാണ് ഈ ജീവിവർഗത്തിന്റെ നിലനിൽപ്പിന് കടുത്ത ഭീഷണി ഉയർത്തുന്നത്. സൂക്കി എന്ന ജീവശാസ്ത്ര ജേണലിലൂടെയാണ് സാത്താൻ ടറാൻഡുലയെ കുറിച്ചുള്ള പഠന വിവരങ്ങൾ ഗവേഷകർ പങ്കുവച്ചത്. ഇതോടെയാണ് ചിലന്തികളിലെ ഈ ഭീകര സത്വത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നതും. അപ്പോൾ ചിലന്തികൾക്കിടയിലെ സാത്താനെ പരിചയപ്പെട്ടുവല്ലോ. അപ്പോൾ ഈ അറിവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.